This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നോമ്പുകാലം ഇപ്പോൾ മാത്രമാണ് തുടങ്ങിയത്. പക്ഷേ ഈ ആദ്യ ദിവസത്തിൽ തന്നെ ഇന്നത്തെ സുവിശേഷ വചനം നമ്മുടെ സൗകര്യ വിചാരങ്ങൾക്കെതിരെ ദൃഢമായി നിൽക്കുന്നു. മൃദുവായ മുദ്രാവാക്യങ്ങളില്ല, അലങ്കാര ഭക്തിയുമില്ല. യേശു ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളിക്കളയപ്പെടുകയും കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ആരോ എനിക്ക് പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ സ്വയം നിഷേധിച്ച് തന്റെ ക്രൂശ് ദിവസേന എടുത്തുകൊണ്ട് എന്നെ പിന്തുടരട്ടെ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഓർക്കുന്ന ഏവനും അതിനെ നഷ്ടപ്പെടും. എന്നാൽ എനിക്കു വേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുന്നവൻ അതിനെ രക്ഷിക്കും. യേശു ക്രൂശിന്റെ ദിശയിലേക്ക് ഒഴുക്കിനൊത്തൊഴുകുന്നില്ല, അവൻ ക്രൂശിന്റെ ദിശയിലേക്ക് നടന്നു പോകുന്നു. അന്ധവിഭവത്തിന്റെ തടനുകാരനായല്ല, പ്രേമത്തിന്റെ വില എത്രയെന്ന് നന്നായി അറിയുന്ന ഒരു പ്രിയതനായി. ക്രൂശ് സ്വർഗീയ പിതാവിന്റെ ക്രൂരമായൊരു കളിയല്ല. പൂർണ്ണമായ പ്രേമം മുറിവേറ്റ ലോകത്തിനുള്ളിലേക്കിറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ് ക്രൂശ്. ഇപ്പോൾ അവൻ നമ്മളെക്കാൾ ദൂരെയല്ലാതെ നമ്മളോട് നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറയുന്നു: ആർക്കെങ്കിലും എനിക്ക് പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ ദൂരത്തുനിന്ന് എന്നെ പ്രശംസിക്കൂ എന്നവൻ പറയുന്നില്ല, എന്നെ കൈയടിച്ച് സ്വീകരിക്കൂ എന്നുമല്ല. അവൻ പറയുന്നു: എന്റെ പിന്നാലെ വരൂ. നിന്റെ ക്രൂശെടുക്കുക ദിവസേന. നിന്റെ ക്രൂശ് മറ്റൊരാളുടെ ദ്രാഡികമായ കഷ്ടമല്ല, ദൂരത്തുനിന്ന് നോക്കി രസിക്കുന്ന റൊമാന്റിക് ത്യാഗകഥയുമല്ല. നിന്റെ ദിവസേനയുള്ള അത്യന്തം സാധാരണയായ ക്രൂശ്. ഒഴിയാതെ നീളുന്ന രോഗം, നിന്റെ ക്ഷമയെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന ഒരു ബന്ധം, ആർക്കും കാണാനാവാത്ത ഒറ്റപ്പെടൽ, തോറ്റുപോയെന്ന് തോന്നിക്കുന്ന ആത്മീയ പോരാട്ടം, സത്യം പറഞ്ഞതിനുള്ള വില, വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടി വരുന്ന വേദന, നീ തിരഞ്ഞെടുക്കാതിരുന്നിട്ടും നിനക്കേൽപ്പിക്കപ്പെട്ട ഒരു ചുമതല. ക്രൂശ് എന്നത് വേദനയെ ഇഷ്ടപ്പെടുകയല്ല, വേദനയുടെ നടുവിൽ പ്രേമം തുടർന്നു നടക്കാൻ സ്വയം അനുവദിക്കുന്നതാണ്. തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടും. എന്നാൽ എനിക്കു വേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിലെ ഒരു ദീർഘപ്രവണതയെ വെളിപ്പെടുത്തുന്നു. മാനകീർത്തി സംരക്ഷിക്കൂ, സുഖം സംരക്ഷിക്കൂ, സുരക്ഷ സംരക്ഷിക്കൂ, ഇമേജ് സംരക്ഷിക്കൂ, ചുറ്റും മതിൽ കുറച്ചുകൂടി ഉയർത്തൂ, സ്വയം കാത്തു സൂക്ഷിക്കൂ, വലിയ റിസ്ക് എടുക്കരുത്, കൂടുതൽ കൊടുക്കരുത്. ഈ എല്ലാറ്റിനുമിടയിൽ യേശു ഒരു വൈരുദ്ധ്യവചനം കൊണ്ടുവരുന്നു: എനിക്ക് വേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. നഷ്ടപ്പെടുത്തൂ, അഹങ്കാരം നഷ്ടപ്പെടുത്തൂ, എങ്ങനെയായാലും ഞാനാണ് ജയിക്കേണ്ടത് എന്ന ആത്മാഭിമാനം നഷ്ടപ്പെടുത്തൂ, എല്ലാം എന്റെ നിയന്ത്രണത്തിൽ വേണമെന്ന കെട്ടിപ്പിടിപ്പ് നഷ്ടപ്പെടുത്തൂ, എന്റെ ചെറിയ രാജ്യം എന്ന് കരുതുന്നവയുടെ പിടിവിടൂ. അപ്പോൾ അസാധാരണമായൊരു രഹസ്യം തുറന്നുകിട്ടും. നാം പങ്കിട്ടുകൊടുത്ത ജീവിതം തന്നെയാണ് സത്യത്തിൽ നമ്മുടേതായി മാറി തുടങ്ങുന്നത്. ബൈബിളിന് പുറത്തുള്ള ഒരു പുരാതന കഥയും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. മഹാഭാരതത്തിലെ ബകാസുരന്റെ കഥ. ഏകചക്രപുരം എന്ന പട്ടണത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബം. പട്ടണത്തെ മുഴുവൻ ഭീതിയിലാക്കുന്ന ബകാസുരൻ എന്ന രാക്ഷസൻ. ഓരോ ആഴ്ചയും കാളവിള ഭക്ഷണവണ്ടിയോടൊപ്പം ഒരു മനുഷ്യനും അവന്റെ ഭക്ഷണമായി അയക്കപ്പെടണം. ഒരു ദിവസം ചീട്ട് വീഴുന്നത് ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ. വീട്ടിൽ കരച്ചിൽ. അച്ഛൻ പോയാൽ കുടുംബം തകർന്നു പോകും, അമ്മ പോയാൽ മക്കൾ അനാഥരാകും, ചെറിയ മകൻ പോയാൽ ഹൃദയം പൊട്ടും. കഠിനമായ ആ ആലോചനയിൽ ഒരു നിമിഷം പെൺകുട്ടികളെയും അല്പം കുറച്ചു വിലയുള്ള ജീവിതമായി കാണാൻ ഇവർ തുടങ്ങുന്നു. ഭയം നമ്മെ ഇങ്ങനെ ചോദിക്കാൻ പഠിപ്പിക്കുന്നു: ആരുടേതാണ് കൂടുതൽ വിലയുള്ള ജീവൻ? ആരെയാണ് എനിക്കെങ്കിലും രക്ഷപ്പെടാൻ മുന്നോട്ട് തള്ളേണ്ടത്? അവിടെ മറ്റൊരു മുഖം പ്രവേശിക്കുന്നു: ഭീമൻ. കുന്തി ബ്രാഹ്മണനോട് പറയുന്നു: എന്റെ മകൻ ഭീമൻ പോകട്ടെ. ഭീമൻ തന്നെ തയ്യാറാകുന്നു. ഈ അന്യകുടുംബം കഷ്ടപ്പെടേണ്ടതിനു പകരം താൻ പോകാമെന്ന് സുമനസോടെ മുന്നോട്ടു വരുന്നു. ഭയം മറ്റൊരാളെ തള്ളി മുന്നോട്ടിടും.
പ്രേമം സ്വയം മുന്നോട്ട് ചെന്ന് ഞാൻ പോകാമെന്ന് പറയും. ഭീമന്റെ ശക്തി മസിലുകളിൽ മാത്രമല്ല, തന്റെ ജീവനെ മറ്റുള്ളവരുടെയും ദുഷ്ടതയുടെയും ഇടയിൽ തടസ്സമായി നിർത്താൻ തയ്യാറാകുന്ന ഹൃദയത്തിലാണ്. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഇതിൽ നമുക്ക് ക്രിസ്തുവിന്റെ രൂപം കാണാം. നമ്മുടെയും പാപത്തിന്റെയും നമ്മെ നശിപ്പിക്കാൻ തുനിയുന്ന ശക്തികളുടെയും ഇടയിൽ നിൽക്കുന്നവൻ. അവൻ പറയുന്നത്, ഏതു വിധേനയും നിന്റെ ജീവൻ രക്ഷിക്കൂ എന്നല്ല, എന്റെ പിന്നാലെ വന്ന് എന്നോടൊപ്പം നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തൂ, അപ്പോഴാണ് അതിനെ കണ്ടെത്തുക എന്നാണ്. ഇത്തരമൊരു ജീവൻ കൊടുക്കൽ എന്നത് നമ്മുടെ കാലത്തും നാം കാണുന്നു. വിനായക് ലൊഹാനി IIT ഖരഗ്പൂരും IIM കൊൽക്കത്തയും പൂർത്തിയാക്കിയ ഒരു പ്രതിഭാശാലിയായ യുവാവ്. പഠനം അവസാനിക്കുമ്പോൾ ഉയർന്ന ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലികൾ അവന്റെ മുന്നിൽ തുറന്നുകിടന്നു. സുഖം, മാനം, സുരക്ഷ എല്ലാം ഉറപ്പ്. പക്ഷേ അവന്റെ ഹൃദയം അശാന്തമായി. ശ്രീരാമകൃഷ്ണനും സ്വാമി വിവേകാനന്ദനും മദർ തെരേസയും നൽകിയ പ്രചോദനത്തിൽ അവൻ തിരിച്ചറിഞ്ഞു, ജീവിതം മുഴുവൻ പണം സമ്പാദിച്ചുകൊണ്ട് മാത്രം കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ദരിദ്രരായ കുട്ടികളെ ഞാൻ സേവിക്കണം. അവൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉപേക്ഷിച്ചു. 2003 സാമ്പത്തികമായി ഒന്നും ഉറപ്പില്ലാതെ കൊൽക്കത്തയ്ക്കടുത്ത് പരിവാർ എന്ന പേരിൽ അനാഥരും തെരുവു കുട്ടികളും വസിക്കാവുന്നൊരു ചെറിയ ആശ്രമം തുടങ്ങി. ആദ്യം 3 കുട്ടികളോടെ. ഇന്ന് ആ ലക്ഷ്യങ്ങൾ വളർന്ന് പരിവാർ കിഴക്കേ ഇന്ത്യയിലെ പ്രമുഖ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനമായി. 100 കണക്കിന് 1000-ഓളം അത്യന്തം ദരിദ്രരായ കുട്ടികളുടെ വീടായി മാറിയിരിക്കുന്നു. പുറത്തുമിന്ന് നോക്കുമ്പോൾ ഇത് നഷ്ടം പോലെ തോന്നും. IIT IIM പാസായ യുവാവ് സുരക്ഷിതമായ കോർപ്പറേറ്റ് പാത വിട്ടൊഴിയുന്നു. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നോക്കുമ്പോൾ ഇതിൽ യേശുവിന്റെ വാക്ക് മുഴങ്ങുന്നു, എനിക്ക് വേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ക്രൂശ് മുറിവേറ്റ ലോകത്തിൽ പ്രേമം നൽകേണ്ട വിലയാണ്. പ്രേമമില്ലാത്ത ദുഃഖം ഞങ്ങളെ കഠിനമാക്കും. പ്രേമത്തോടു കൂടിയ ദുഃഖം ഞങ്ങളെ ശുദ്ധീകരിക്കും. സന്ത് ജോൺ പോൾ രണ്ടാമൻ ഇങ്ങനെ പറഞ്ഞു, റിയൽ ലവ് ഈസ് ഡിമാൻഡിംഗ്. യഥാർത്ഥ പ്രേമം മാത്രമൊരു വികാരമല്ല, അത് ശ്രമവും അനുസരണവും ത്യാഗവും ആവശ്യപ്പെടുന്നു. പ്രേമം സൗകര്യത്തിന് വിരുദ്ധമായി ധൈര്യത്തോടെ അതെ എന്ന് പറയുകയാണ്, സത്യത്തോടും നീതിയോടും ദുർബലരോടും. അതിന്റെ ഫലമായി യേശു നമുക്ക് തരുന്നത് വേദനയ്ക്കുള്ളിൽ അർത്ഥമുള്ള ഒരു ജീവിതം, മേൽപ്പറപ്പിന്റെ താഴെ ആഴമുള്ള ഒരു സമാധാനം, മനുഷ്യ കയ്യടികളില്ലെങ്കിലും നിലനിൽക്കുന്ന യഥാർത്ഥ സന്തോഷം. ഈ നോമ്പുകാലത്ത് യേശു നിങ്ങളോട് ഏതെങ്കിലും അത്ഭുത ക്രൂശ് കണ്ടെത്താൻ പറയുന്നില്ല. ഇപ്പോൾ തന്നെ നിന്റെ കയ്യിൽ വച്ചിരിക്കുന്ന ക്രൂശിനെ തിരിച്ചറിയാൻ അവൻ ക്ഷണിക്കുന്നു. അതിനൊരു പേര് കൊടുക്കുക. അത് റൊമാന്റിക് ആക്കരുത്, ദ്രാഡികമാക്കരുത്. സത്യസന്ധമായി അങ്ങനെ പ്രാർത്ഥിക്കൂ, കർത്താവേ, ഇത് ഞാൻ ഒറ്റയ്ക്ക് വഹിക്കില്ല, നീ എന്റെ കൂടെ നടന്ന് ഇത് വഹിപ്പിക്കൂ. പ്രതിധാരി യേശു സ്വന്തം പീഡയും മരണവും മുൻകൂടി പറയുമ്പോൾ ഒരു വാഗ്ദാനം കൂടി ചേർക്കുന്നു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ക്രൂശ് ഒരിക്കലും അവസാന വാക്കല്ല. അവസാന വാക്ക് എപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിന്റേതാണ്. പ്രേമത്താൽ ചെയ്ത ഒരു പ്രവൃത്തിയും വൃഥാവാകുകയില്ല. ക്രിസ്തുവിനോട് ചേർത്ത ഒരു ത്യാഗവും നഷ്ടമാകുകയില്ല. അവന്റെ കണ്ണീർക്കൊപ്പം ചേരുന്ന നിന്റെ ഒരു കണ്ണീർ തുള്ളിയും അവഗണിക്കപ്പെടുകയില്ല. യേശുവിനെ പിന്തുടരുക ദുഃഖം തിരഞ്ഞെടുക്കലല്ല, സത്യം തിരഞ്ഞെടുക്കലാണ്. ക്രൂശ് കാണിക്കുന്ന സങ്കുചിത വഴിയുടെ അറ്റത്ത് മാത്രമല്ല ഗോൽഗോഥ, ശൂന്യ കല്ലറയും അനന്ത ജീവിതവും കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ചുരുങ്ങിയതെന്ന് തോന്നുന്ന ഈ വഴിയാണ് അനന്ത ജീവിതത്തിലേക്കുള്ള ഏറ്റവും വിശാലമായ പാത. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മിൽ നിന്ന് 3 ലളിത ചുവടുകൾ ചോദിക്കുന്നു. പിടിച്ചു ജീവിക്കാനുള്ള സ്വഭാവത്തിനു പകരം സ്വയം കൊടുക്കാനുള്ള ധൈര്യം, എല്ലാം കണക്കുകൂട്ടി മാത്രം നടക്കാനുള്ള മനോഭാവത്തിനു പകരം അവനിൽ വിശ്വാസം. ഞാൻ എങ്ങനെ എന്റെ ജീവൻ രക്ഷിക്കാം എന്ന ചോദ്യം മാത്രമല്ല, കർത്താവേ, എങ്ങനെയാണ് ഞാൻ നിന്നോടൊപ്പം നിനക്കു വേണ്ടി എന്റെ ജീവൻ കൊടുക്കേണ്ടത് എന്ന പുതിയ ചോദ്യം. ഭയം ചുരുളിൽ പറഞ്ഞാൽ സ്വയം കാത്തുകൊള്ളുക. വിശ്വാസം മറുപടി പറയും, കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ അതിനെ സത്യത്തിൽ കണ്ടെത്തുക.
ഈ നോമ്പുകാലം നിന്നോടൊപ്പം കൽവരി വരെ നടന്ന് ഇപ്പോൾ തന്നെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷം ആസ്വാദിക്കുവാൻ നമുക്കെല്ലാവർക്കും കൃപ ലഭിക്കട്ടെ. ആമേൻ. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.